ആലപ്പുഴ മാന്നാറിൽ 15 വർഷം മുൻപ് കാണാതായ പെൺകുട്ടിയെ കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം. സംഭവത്തിൽ 4 പേർ പോലീസ് കസ്റ്റഡിയിൽ. പെൺകുട്ടിയെ കുഴിച്ചുമൂടിയെന്ന് സംശയിക്കുന്ന സ്ഥലം പോലീസ് പരിശോധിച്ചേക്കും. 20 വയസ്സുകാരി കലയെ 15 വർഷങ്ങൾക്ക് മുൻപാണ് കാണാതായത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ചേരുന്നു. മനീഷ്, ഇത് എങ്ങനെയാണ് പോലീസ് ഈ 15 വർഷത്തിനു ശേഷം ഇത്തരത്തിലൊരു നിർണായകമായ കണ്ടെത്തലിലേക്ക് എത്തിയത്? ഒപ്പം തന്നെ ഈ കാണാതായ പെൺകുട്ടി അത് മാന്നാർ സ്വദേശിനി തന്നെയായിരുന്നോ? സേതുലക്ഷ്മി, എലവത്തൂരുള്ള കല എന്ന് പറയുന്ന 20 വയസ്സുള്ള പെൺകുട്ടിയാണ് നിലവിൽ കൊല്ലപ്പെട്ടതായി സംശയിക്കുന്നത്. ഇവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരികയായിരുന്നു. ആ അന്വേഷണം നടത്തി വന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട തുമ്പ് ലഭിക്കുകയും അതിൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനൊരു കൊലപാതകം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് സംശയിക്കുന്നത്. ഇതിൽ പ്രധാനമായും കലയുടെ ഭർത്താവ് അനിൽകുമാർ ഇപ്പോൾ ഗൾഫിലാണ്. അദ്ദേഹവും അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാരും ചേർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാന സംശയം. ഈ യുവതിയെ കൊലപ്പെടുത്തിയതിനു ശേഷം വീടിനോട് ചേർന്നുള്ള സെപ്റ്റി ടാങ്കിൽ ഇവരുടെ മൃതദേഹം നിക്ഷേപിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് സംഘം അവിടേക്ക് തിരിക്കുന്നതും അവിടെ നിന്ന് ഈ സെപ്റ്റി ടാങ്ക് പൊളിച്ച് അതിൽ ഇത്തരത്തിലൊരു മൃതദേഹം ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കാൻ പോകുന്നത്. എന്തായാലും ഏറെക്കാലമായി നടത്തുന്ന അന്വേഷണത്തിലാണ് ഈ അടുത്ത് ലഭിച്ച ഒരു നിർണായക തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ ഉണ്ടായത്. ഈ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് ഇവർ കുറ്റം സമ്മതിച്ചതായാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കസ്റ്റഡിയിലെടുത്ത 4 പേർക്കും ഈ പെൺകുട്ടിയുമായി ഉണ്ടായിരുന്ന ബന്ധം എന്താണ്? സേതുലക്ഷ്മി, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുട്ടിയുടെ അതായത് ഈ കല എന്ന് പറയുന്ന യുവതിയുടെ ഭർത്താവിന്റെ ബന്ധുക്കളെയാണ് നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരിൽ നിന്ന് ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇതൊരു കൊലപാതകമാണെന്നും ഇത്തരത്തിൽ മൃതദേഹം സെപ്റ്റി ടാങ്കിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് സംഘം അങ്ങോട്ടേക്ക് പുറപ്പെടുന്നതും അവിടെ നിന്ന് തെളിവുകൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നതും. സേതുലക്ഷ്മി, ശരി മനീഷ്, അങ്ങനെ 15 വർഷം മുൻപ് മാന്നാറിൽ നിന്നും കാണാതായ പെൺകുട്ടിയെ കൊന്നു കുഴിച്ചുമൂടിയതായ ഒരു സംശയം, അങ്ങനെ ഒരു നിർണായകമായ കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടന്നത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടക്കുന്നത്. മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ ഇപ്പോൾ പോലീസ് പിടിയിലാണ്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇവർ ഏതാണ്ട് ഈ സംഭവം സമ്മതിച്ചു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. എന്താണെങ്കിലും 15 വർഷത്തിന് മുൻപാണ് ഒരു നിർണായകമായ കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഇനി ഈ സെപ്റ്റി ടാങ്ക് തുറന്നുള്ള പരിശോധനയിലേക്കൊക്കെ ആകും പോലീസ് കടക്കുക. മനീഷ് ഐഷ മാത്യുവിന്റെ വിവരങ്ങൾ നൽകിയത്.